കർത്താവിന്റെ വയലിലിതാ വിളവുകൾ പാകമാക്കപ്പെടുന്നു. വിള കൊയ്യാനിതാ ശുശ്രൂഷകർ അണിചേരുന്നു. ലോകമെങ്ങും ക്രിസ്തുവിന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നു. നന്മയുടെ സന്ദേശം എങ്ങും വിളംബരം ചെയ്യപ്പെടുന്നു. സ്വർഗമിതാ നവയുഗത്തിലേക്ക് ലോകത്തെ നയിക്കുന്നു. നവയുഗത്തിന്റെ പ്രവാചകരാകാൻ ഇതാ അനേകർ വേർതിരിക്കപ്പെടുന്നു. ഇത് അനേകം വചനവേദികളിലും സുവിശേഷ ശുശ്രൂഷകളിലും വ്യാപൃതനായിരിക്കുന്ന ഫാദർ ബോസ്കോ ഞളിയത്ത് ഓക്കാം, കറുകുറ്റി കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായും കുറ്റവാളികളായ യുവജനങ്ങൾക്കിടയിൽ ശുശ്രൂഷ ചെയ്തും ബോസ്കോ അച്ഛനിതാ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതനാകുന്നു. തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ബോസ്കോ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. അച്ഛാ, കഴിഞ്ഞ 2 എപ്പിസോഡിലും ബോസ്കോ അച്ഛൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഏറെ ഹൃദ്യമായിരുന്നു. അനേകർക്കൊരു വലിയ പ്രചോദനത്തിന് കാരണമാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ എപ്പിസോഡിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അച്ഛൻ്റെ ഇന്നത്തെ ഒരു ദൈവവചന പ്രഘോഷണ ശുശ്രൂഷ മേഖലയെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അച്ഛനൊരു ജീവിതലാളിത്യത്തെക്കുറിച്ചൊക്കെ ഞാൻ അച്ഛനോട് ചോദിക്കണ്ടായി. അച്ഛൻ അതിനകത്ത് ഈ ഒരു സമയത്തും എനിക്ക് ബോസ്കോ അച്ഛനോട് ചോദിക്കാനുള്ളത്, അച്ഛൻ്റെ ദൈവവചന പ്രഘോഷണ ശുശ്രൂഷ അല്ലെങ്കിൽ ധ്യാനങ്ങളിൽ, കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞ ധ്യാനങ്ങളിൽ അച്ഛൻ കൗദാശിക ജീവിതത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അതിനകത്ത് വിശുദ്ധ കുർബാനയും കുമ്പസാരവും, അത് ധ്യാനത്തിൻ്റെ സമയത്തും അച്ഛൻ്റെ ക്ലാസ്സുകളിലും അതിനുശേഷം മുൻപോട്ടും ഒക്കെ അച്ഛൻ അവരെ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം അനേകർ ഈ ധ്യാനത്തിന് ശേഷം അതൊരു വലിയ അനുഭവമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അച്ഛൻ അതിനെക്കുറിച്ച് പറയാനുള്ള അച്ഛൻ്റെ ഒരു വ്യക്തിപരമായിട്ട്? ഞാനെപ്പോഴും ഈ വചന ശുശ്രൂഷ കർത്താവിൻ്റെ ബലിയിലേക്ക് ചേർത്ത് വെച്ചാണ് ചെയ്യാറ്. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പാപപരിഹാര ബലിയാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്തിൽ, നമ്മുടെ ലോകത്തിൽ പാപത്തിൻ്റെ വലിയൊരു ശക്തിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാപത്തിൻ്റെ മേഖലകളെ കർത്താവിൻ്റെ ബലിയോട് ചേർത്ത് വെച്ചിട്ട് പാപപരിഹാര ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു വലിയൊരു ആഹ്വാനം ഞാൻ കൊടുക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾ, ലോകത്തിൻ്റെ പാപങ്ങൾ, നമ്മുടെ വ്യക്തിജീവിതത്തിലെ പാപങ്ങൾ, ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പാപത്തെ ഏറ്റെടുക്കുന്ന 1 പത്രോസ് 2:24 പറയുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. അപ്പോൾ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി കർത്താവ് മരിച്ച പാപപരിഹാര ബലി അതിൻ്റേതായ രീതിയിൽ സ്വന്തമാക്കിയെടുക്കാൻ പറഞ്ഞ് ഓരോ മേഖലകൾ ഞാൻ ഒരുക്കാറുണ്ട്. അതിനുശേഷം ഈ ധ്യാനത്തിനിടയ്ക്ക് ഒരു ദിവസം ഒരു പാപപരിഹാര ബലി തന്നെ പ്രത്യേകം പറഞ്ഞ് ഒരുക്കി അർപ്പിക്കാറുണ്ട്. ഒത്തിരിയേറെ പേര് പറഞ്ഞു ആ ബലി അർപ്പണം കഴിഞ്ഞതിന് ശേഷം വലിയൊരു വിടുതൽ, വലിയൊരു പാപത്തിൻ്റെ ശക്തി വിട്ടുപോയൊരു അനുഭവം. മാത്രമല്ല പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ ഏറെയാണ്. പല കുടുംബത്തിൽ, ജീവിതത്തിൽ രോഗപീഠകൾ, തകർച്ചകൾ, സാമ്പത്തിക മേഖലകൾ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അനേകം മക്കൾക്ക് ഈ ബലിയിലൂടെ വിടുതൽ പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു, തടസ്സങ്ങൾ മാറി എന്നൊക്കെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈ അനുഭവത്തിൽ നിന്ന് പറയും, മക്കളെ ഈ പാപപരിഹാര ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനു മുമ്പ് എല്ലാ പാപങ്ങളെയും ഏറ്റുപിടിച്ച് കുമ്പസാരിക്കുക. നമ്മുടെ ധ്യാനത്തിലൊക്കെ എല്ലാ ധ്യാനങ്ങളും സംഭവിക്കുന്ന കാര്യമാണ്. നല്ലപോലെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ അത്ഭുതങ്ങൾ ഏറെ നടക്കുന്നുണ്ട്. കാരണം ഈ പാപത്തിൻ്റെ അനന്തര ഫലമാണ് മരണം, അതിൻ്റെ ആധിപത്യങ്ങൾ, ശക്തികളൊക്കെ. അതൊക്കെ വിട്ടുപോകുന്ന മേഖലയാണ് കുമ്പസാരത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ. പിന്നെ നമുക്കറിയാം കൂദാശകൾ. കർത്താവ് നമുക്ക് ജീവൻ നൽകുന്ന വലിയ കാരുണ്യമാണ് കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുക. മാമോദിസ മുതൽ അന്ത്യകൂദാശ വരെയുള്ള കൂദാശകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഈ ധ്യാനത്തിലൊക്കെ മക്കൾ ഒരുക്കാറുണ്ട്. പക്ഷേ ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റിയ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കൂദാശകളൊക്കെ നമ്മൾ ആഘോഷമാക്കി മാറ്റി. മാമോദിസ ആഘോഷമാണ്, ആദ്യ കുർബാന ആഘോഷമാണ്, വിശുദ്ധ കുർബാന സ്വീകരണം എല്ലാം ആഘോഷമാക്കി മാറ്റി. പക്ഷെ അതിൽ നമുക്ക് പറ്റിയത് ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ദൈവപ്രസാദ സ്വീകരണത്തിൻ്റെ ആ ഒരു ഇതില്ല, ചൈതന്യം പോയി. പിന്നെ ആഘോഷത്തിൽ നമുക്കിന്ന് ക്രിസ്ത്യാനികൾക്ക് മിക്കവാറും മദ്യവും മറ്റ് ആഘോഷങ്ങളാണ്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് മക്കളെ തമ്പുരാൻ്റെ കൃപ സ്വീകരിക്കുന്ന, ദൈവത്തിൻ്റെ ജീവൻ സ്വീകരിക്കുന്ന, ഈ പാപപരിഹാര ബലിയിൽ നിന്ന് ലഭിക്കുന്ന ആ കൂദാശയുടെ ജീവൻ്റെ സമൃദ്ധി സ്വന്തമാക്കാൻ വേണ്ടി പറയുമ്പോൾ അനേകം പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മദ്യമില്ലാതെ ആ ചൈതന്യത്തിൽ കൂദാശ പരിക്രമണം ചെയ്തു, മാമോദിസ കൊടുത്തു, അതികുർബാന സ്വീകരിച്ചു, വിവാഹം ആരംഭിച്ചു. ഭയങ്കര അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ അനേകം മക്കളിൽ ഒത്തിരി നല്ല ഫലങ്ങൾ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഒത്തിരി അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ധ്യാനത്തിൽ പറയും, മക്കളെ നിങ്ങൾ കൂദാശകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. കാരണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം
കൂദാശകളിൽ പണിയപ്പെട്ട അടിസ്ഥാനമാണ്. അത് കർത്താവ് പറഞ്ഞ പോലെ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പിച്ചും അതായത് നിർബന്ധിച്ചിട്ടെന്ന പോലെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ ചോദിക്കും പല പല പ്രശ്നങ്ങൾ, രോഗങ്ങൾ, മക്കൾ വഴി തെറ്റിപ്പോയി, സമാധാനമില്ല. ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? വിശുദ്ധ കുർബാന സ്വീകരണമുണ്ടോ? ഈ രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇന്ന് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ സമൂഹത്തിലും സംഭവിക്കണ പല കാര്യങ്ങളൊന്നും സംഭവിക്കത്തൊന്നുമില്ല. പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പം അതിനു വേണ്ടി കാര്യകാരണ സഹിതം ജനത്തെ ഒരുക്കുമ്പോൾ അവരതേപടി അത് സ്വീകരിച്ച് കുമ്പസാരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. കുർബാനയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് പാത്രിപ്പിയോടെ കുർബാനാർപ്പണം ഭയങ്കര ഒരു ഹരമാണ്. കർത്താവിൻ്റെ കുരിശും ഞാൻ എപ്പോഴും കർത്താവ് കുരിശിൽ മരിക്കണതും രക്തം ചിന്തുന്നതും എനിക്ക് ദാഹിക്കുന്നു മക്കൾ നിലവിളിക്കണമെന്നൊക്കെ കണ്ട് അനുഭവിച്ച് നിന്ന് ബലിയർപ്പിക്കണം ഒരച്ഛൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട് ബലിയിൽ പങ്കുചേരുമ്പോൾ ഭയങ്കര അനുഭവം എന്ന് അനേകം മക്കൾ പറഞ്ഞ എനിക്ക് ഭയങ്കര അനുഭവം. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം എനിക്ക് തോന്നുന്നത് ബലിയർപ്പണത്തിൻ്റെ ഒരു വലിയൊരു ശക്തി അനുഭവിച്ച് ബലിയർപ്പിക്കാൻ പറ്റുന്നുള്ള അനേകം മക്കളത് അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അനേകം പേര് പറഞ്ഞിട്ടുണ്ട് വലിയ അഭിഷേകപൂർണമായ വലിയ വിടുതലിൻ്റെ അനുഭവത്തിൽ നിന്ന് ബലിയർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. അത് വലിയൊരു അനുഭവമാണ്. ശരിക്കും ആ ഒരു അർത്ഥം അച്ഛൻ പറയുന്ന ആ സ്പിരിറ്റിൽ തന്നെ ഒരാൾക്ക് മനസ്സിലാവാൻ കഴിഞ്ഞാൽ വലിയൊരു ദൈവാനുഗ്രഹം. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു വിശുദ്ധ ബലി ധാരാളം നിർണായകമായ തീരുമാനം എടുക്കാനും ഒക്കെ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള സമയം. ഞാൻ നമ്മുടെ കരുണയുടെ വർഷത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ കരുണക്കൊന്ത ഗാനരൂപത്തിലാക്കിയതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകേണ്ട ഒരു സ്ഥലം കുമ്പസാരക്കൂട. എനിക്ക് കുമ്പസാരത്തെക്കുറിച്ച് കൂടെ അച്ഛൻ ഒന്നുകൂടെ, കാരണം ഞാൻ പലപ്പോഴും പല സാഹചര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ ചില കുമ്പസാരങ്ങളെക്കുറിച്ച് അവർ വലിയ മാനസാന്തരത്തിന് കാരണം ആ കുമ്പസാരമാണ്. പ്രത്യേകിച്ച് ആ കുമ്പസാരക്കൂടുള്ള അച്ഛൻ്റെ ആ ഒരു റെസ്പോൺസ് അതാണ്. അപ്പോൾ ആ ഒരു കരുണയുടെ ഏറ്റവും നല്ലൊരു, ഞാൻ ഒരു പക്ഷേ നമുക്കൊക്കെ അച്ഛനും പരിചയമുള്ള ഒരാളായിരിക്കാം മരിച്ചുപോയ റോക്കി ചുള്ളി അച്ഛനെ ഞാൻ ഒത്തിരി അച്ഛനൊരു സ്പെഷ്യൽ ഒരു അങ്ങനെ ഒരു ദൈവം ഒരു കൃപ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ മരിച്ചുപോയി. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആത്മാവ് എന്ന് ഏറെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ഞാൻ അതിന് ചെറുപ്പക്കാർക്കൊക്കെ നല്ലൊരു കുമ്പസാരത്തിനൊരു അവസരം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആഗ്രഹമാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും. അതിനെക്കുറിച്ചുകൂടി അച്ഛനൊന്ന് കുമ്പസാരത്തിൻ്റെ ഒരു കുർബാനയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ 32-ാം അധ്യായത്തിൽ അകൃത്യങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. നമുക്കറിയാം നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തി. ഞാനതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കാണ്ട് ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ഇടയിൽ നമ്മൾ കുമ്പസാരിക്കും. മാത്രമല്ല എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ പോയി കുമ്പസാരിക്കും. കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡം കർത്താവ് തരുന്നുണ്ട്. കാരണം പാപഭാരം എന്ന് പറയുന്നത് ഭയങ്കര ഭാരമാണ്. അത് നമ്മൾ ഇറക്കി വെച്ച് നല്ലപോലെ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം. മാത്രമല്ല പാപത്തിൻ്റെ ശക്തി നമ്മളെ വിട്ടുപോകുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഭാരം ഇറങ്ങിപ്പോൾ ഞാൻ ഒത്തിരി എൻ്റെ അനുഭവത്തിൽ നിന്നും അനേകം പേരുടെ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും നിങ്ങൾ അത് അനുഭവിച്ചറിയും. അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുക്കും ഞാൻ. പിന്നെ ഞാൻ എപ്പോഴും പറയും പാപത്തിന് അനന്തര ഫലങ്ങൾ കാര്യങ്ങൾ മേഖലകളൊക്കെ പറഞ്ഞൊരുക്കുമ്പോൾ ആ മേഖലകളിൽ നല്ല കുമ്പസാരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ധ്യാനത്തിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നല്ല കുമ്പസാരം സമയം. അപ്പോൾ അവിടെ കുമ്പസാരിപ്പിക്കാൻ വരുന്ന അച്ഛന്മാരും പറയാറുണ്ട് അച്ഛൻ നല്ല കുമ്പസാരം, ശരിക്കും ഹൃദയം തുറന്ന് ഹൃദയം നുറുങ്ങി ഏറ്റുപരന്ന കുമ്പസാരം, അതിനുശേഷമുള്ള ഒരു പാപപരിഹാരം ബലിയർപ്പണം. ഇത് രണ്ടും കൂടി വരുമ്പോൾ ഉണ്ടല്ലോ ആ കുർബാനയും കഴിഞ്ഞ് ആ കുർബാന സ്വീകരണം കഴിഞ്ഞ് കഴിയുമ്പോൾ അനേകം മക്കൾ വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. അച്ഛാ മറ്റൊരു വ്യത്യസ്ത ഇപ്പം അച്ഛൻ വർഷങ്ങളായിട്ട് കറുകുറ്റിയിലെ കാർമൽ ധ്യാന കേന്ദ്രം, ആ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളെക്കുറിച്ച് കൂടി ഇപ്പോൾ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച് കൂടി അച്ഛനൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയാം. ഞാനിപ്പോൾ ഈ കറുകുറ്റി ധ്യാന കേന്ദ്രത്തിലായിട്ട് ഏകദേശം ഒരു 20 വർഷം ആവാറായി. 20 വർഷം. അത് ഞാൻ പറഞ്ഞു മൈനസെമിനാരി പിള്ളേരെ ചാർജായിരുന്നു. പിന്നെ ഒരു 11 വർഷക്കാലം ഈ യുവജനങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയായിരുന്നു. പിന്നീട് പതുക്കെ ഈ ധ്യാനത്തിലേക്ക് വന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ ദൈവപരിപാലനയിലൊരു ധ്യാനകേന്ദ്രം 10-200 പേർക്ക് താമസിക്കാവുന്ന ഒരു ധ്യാനകേന്ദ്രം പണിതു. അതിനുശേഷം ഇപ്പോൾ നല്ലൊരു പള്ളി ദേവാലയം കർത്താവ് ധ്യാനത്തിന് വേണ്ടി ഒരുക്കി തന്നു. എല്ലാം ക്രമീകരിച്ചു. ഇപ്പം നമ്മളവിടെ നടക്കുന്ന ധ്യാനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ശക്തീകരണ ധ്യാനം എന്ന പേരിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എംപവർമെൻറ്റ്, നമ്മൾ ശക്തീകരിക്കപ്പെടുക. നമ്മൾ നിസ്സാരക്കാരൊന്നുമല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷെ നമുക്ക് ശക്തി ക്ഷയിച്ചു പോകുന്ന കാര്യങ്ങളുണ്ട്, പരിശുദ്ധാത്മ നിർവീര്യമാക്കുന്നൊരവസ്ഥ. ഇതിനെ നമ്മൾ കണ്ടെത്തി അതെന്തുകൊണ്ട് എങ്ങനെ ഏത് രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, അത് ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ, ആ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ, വീടിനെ, മണ്ണിനെ, പാരമ്പര്യത്തെ, തലമുറയെ
വ്യക്തിജീവിതങ്ങളെ, നമ്മൾ ജോലി, ബിസിനസ്, പഠനം, പൗരോഹിത്യം, ശുശ്രൂഷകൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറച്ചെടുത്ത് ശക്തീകരിക്കുന്ന ഒരു ധ്യാനമാണ്. അവിടെ വിടുതലിൻ്റെ മേഖലയുണ്ട്, ജനറേഷണൽ ഹീലിംഗ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു വലിയ ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖലയുണ്ട്. എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ശക്തീകരിക്കുന്ന ഒരു ധ്യാനമാണ് നമ്മളിപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുക. ഞങ്ങളവിടെ 3 അച്ഛന്മാരാണ് മെയിനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ശുശ്രൂഷകരൊക്കെ ധ്യാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമാണ് ശരിക്കും താമസിച്ചുള്ള ധ്യാനമൊക്കെ തുടങ്ങിയിട്ട് അവിടെ. എത്ര ദിവസത്തെ ധ്യാനം? നമ്മൾ എല്ലാ മാസത്തിലും 2 ധ്യാനമാണ് നമുക്കവിടെ. 1-ാമത്തെ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയും 3-ാമത്തെ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി 5 ദിവസത്തെ ധ്യാനം. 4 ദിവസം. ശരി, മറ്റൊരു കാര്യം, ഞാൻ ഇപ്പോൾ അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അച്ഛൻ്റെ പ്രത്യേകിച്ചൊരു പൗരോഹിത്യത്തിൽ എത്തിയ സമയം മുതൽ അച്ഛൻ ആദ്യം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരായ ആളുകൾ, പ്രത്യേകിച്ചൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ശുശ്രൂഷ മേഖല, അതോടൊപ്പം തന്നെ ഈ ധ്യാന കേന്ദ്രം, ഇതിനിടയിൽ ദൈവം പല കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛനെ വ്യത്യസ്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് അച്ഛാ ഈ ദൈവത്തിൻ്റെ ഡയറക്ഷൻസ് അച്ഛൻ മനസ്സിലാക്കുന്നത്? ആത്മാവിൻ്റെ ഒരു നയിക്കൽ അച്ഛൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ ഓർക്കുക, നമ്മളവിടെ നമ്മുടെ യുവമക്കൾ താമസിച്ച സമയത്ത് 10, 25, 30 പേരൊക്കെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു തോന്നൽ, ഒരു നിത്യാരാധന ചാപ്പൽ പണിയണം. യുവമക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഗുണ്ടാ സംഘങ്ങളിലും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നവർ, ഞാൻ അവരങ്ങനെ വിളിക്കാറ്. അപ്പോൾ ആ മക്കളുള്ള സമയത്ത് എനിക്കൊരു തോന്നൽ, ഒരു നിത്യാരാധനാലയം പണിയണമെന്ന്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പിള്ളേരെ, ഞാനും ആ പിള്ളേരൊക്കെ പാടെ കൂടി ചേർന്നിട്ട് ഒരു ആരാധന ചാപ്പൽ പണിതു, നിത്യാരാധന. ഞാൻ എപ്പോഴും ആരാധന ചാപ്പലിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈശോയെ നോക്കി ഈശോയുടെ കാര്യങ്ങൾ ചോദിക്കും, കാര്യങ്ങൾ പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് തീരുമാനിക്കണം, ദൈവം ഓരോ കാര്യം ഇന്ന പോലെ ചെയ്യുന്ന. ഇപ്പോൾ അവിടെ ധ്യാനകേന്ദ്രം പണിയണം. സഭയിൽ നിന്ന് നമുക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ട്, സാമ്പത്തികം ഞങ്ങൾക്ക് അത്രയൊന്നുമില്ല. അപ്പോൾ സാമ്പത്തിക മേഖല അല്പം തടസ്സം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ തുടങ്ങുക. അതായത് അത് തുടങ്ങിക്കഴിഞ്ഞ ശേഷം അനേകം പേര് സഹായിച്ച് 10-200 പേർക്ക് താമസിക്കാവുന്ന അതിമനോഹരമായ ധ്യാനകേന്ദ്രം കർത്താവോടെ പണിതു. അതിനുശേഷം ഓരോ കാര്യങ്ങളിലും തമ്പുരാൻ്റെ അടുത്തിരുന്ന് ആലോചന ചോദിക്കും, ഇന്ന പോലെ ചെയ്യുക, ഇതുപോലെ കാര്യങ്ങൾ നീക്കുക. അത് തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരും. ഇപ്പോൾ ദൈവത്തിൻ്റെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്ത്, എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ, അതൊക്കെ അവിടുന്ന് കൃത്യം വെളിപ്പെടുത്തി തരും നമുക്ക്. മാത്രമല്ല അതിനുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക മേഖല, അനേകം പേരെ ദൈവം നമുക്ക് ഒരുക്കി തന്നു നമ്മുടെ ഈ കൂട്ടായ്മയിൽ. അനേകം ഇപ്പം അടുത്ത് തന്നെ നമ്മൾ ദേവാലയം അത് പുനർനിർമ്മിച്ചു, നല്ല രീതിയിൽ എല്ലാ പണിയും കഴിച്ചു. ഒത്തിരി പൈസ നമുക്ക് അതിനായി ചിലവ്. പക്ഷേ പല മക്കൾ അതിനുവേണ്ടി സഹായിച്ച് ഇത് മനോഹരമായിട്ടുള്ള ഒരു ധ്യാനകേന്ദ്രമാക്കി ദൈവം അത് പൂർത്തീകരിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ദൈവം നമുക്ക് വേണ്ടത് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും. അതൊരു ബന്ധമാണ്. ഇപ്പം എനിക്കത് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമുണ്ടോ, പ്രതിസന്ധിയുണ്ട്, എന്തുണ്ടെങ്കിലും തമ്പുരാൻ്റെ അടുത്ത് ഇരുന്നിരുന്ന് തമ്പുരാനെ നീ ഇടപെടണം. ആ സമയത്ത് നമ്മളെല്ലാ ധ്യാനത്തിനും കേൾക്കുന്ന കാര്യമാണ്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. കൃത്യസമയത്ത് എന്താ വേണ്ട അത് ആ കൃത്യം കർത്താവ് ഒരുക്കി തരും, ആളുകളവിടെ എത്തിച്ചിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് നല്ലൊരു കൂട്ടായ്മ വേണം. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഏകദേശമായി ഒരു പ്രേക്ഷിത കൂട്ടായ്മ ദൈവം ഒരുക്കി. അതിന് ഓരോരുത്തരും ഇങ്ങോട്ട് വരികയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയുണ്ട്, ഈ ശുശ്രൂഷ ഞാൻ ആഗ്രഹമുണ്ട്. നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരിക, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടത് ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഒരുക്കി തന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈ ശുശ്രൂഷ മേഖലയിലൊക്കെ. അതാണ് എൻ്റെ ഒരു അനുഭവം. തമ്പുരാനോട് ചേർന്നിരിക്കുക, തമ്പുരാനോട് ആലോചന ചോദിക്കുക, ദൈവം നീ ഇടപെടണമെന്ന്. അപ്പോൾ കർത്താവ് പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ഓർഫനേജൊക്കെ തുടങ്ങി ഇതുമായിട്ട് ബന്ധം. എനിക്കറിയില്ല, ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നോടെ കർത്താവ് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് 1-2 പേരെ കർത്താവ് ഇപ്പോൾ അത് ഒരുക്കി കഴിഞ്ഞു. അത് വേറെ 2-3 മരണത്തിലൂടെയൊക്കെ ഒരു കുടുംബത്തെ കർത്താവ് ഒരു ഓർഫനേജിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തൊക്കെയോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചോദിച്ചു, കർത്താവ് നീ നമ്മളെ അടക്കി ഒതുക്കിയൊന്നും ഇരുത്തില്ലേ എന്നൊക്കെ ചുമ്മാ ആരാനും ചോദിച്ചു. അപ്പോൾ ദൈവം ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഓരോ സമയത്ത് ഇങ്ങനെ ഒരുക്കുന്ന പറഞ്ഞ പോലെ ഇന്ന ശുശ്രൂഷകളിലൂടെ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. അത് ഓരോ അനുഭവങ്ങളിലൂടെ പല മക്കളിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലാണെന്ന് ഉറപ്പാക്കിയാൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ഈ ദൈവഹിതം മനസ്സിലാക്കാനൊക്കെ പറ്റും. പിന്നെ അത് തന്നെ ഞാൻ പറഞ്ഞു വരിക, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണേ. അപ്പോൾ ഞാൻ പറയും, തമ്പുരാൻ നീ തന്നെ നയിച്ചോളണം, നിൻ്റെ കാര്യമാണ്. നമുക്കൊന്നും പേഴ്സണലായിട്ടൊരു ഇൻട്രസ്റ്റും ഇല്ല, ഇതിലൊന്നും താല്പര്യമില്ലെന്നല്ല, നമുക്ക് നമ്മുടേതൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും, ഉറപ്പാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്,
നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ നിർമ്മാതാവെന്ന് ഞാൻ പറയാം, എൻജിനീയർ. ആ കർത്താവിനറിയാം നമ്മൾ ദ ബെസ്റ്റായിട്ട് മാറണമെന്ന്. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും മോശമാകണം ദൈവം ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അനുഭവം നമുക്കാണ്. ഇന്ന് കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ നവീകരണം വന്നതിൻ്റെ ഒരു വലിയൊരു ജൂബിലി, 9 വർഷത്തെ ജൂബിലിയിലേക്കുള്ള ഒരു നീക്കത്തിലാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലും അച്ഛൻ ഇന്ന് ധ്യാന ശുശ്രൂഷ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും കൂടി അച്ഛന് ഈ ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും കൂടി വിസിബിളായിട്ട് ആളുകളിലേക്ക്, ഒരു സാധാരണ ജനങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഇത്രയും വിസിബിളായ വിധത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടാക്കി തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തിന് വലിയൊരു പങ്കുണ്ട് സഭയിൽ. ആദ്യകാലത്തൊക്കെ അത്ര സ്വീകാര്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് സഭ മുഴുവൻ ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്കറിയാം. അച്ഛന് ഈ ഒരു നവീകരണത്തിൻ്റെ ഒരു ജൂബിലി പശ്ചാത്തലത്തിൽ അച്ഛനെന്താ പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, കരിസ്മാറ്റിക് പ്രസ്ഥാനം യേശു ക്രിസ്തുവിനെ എല്ലായിടത്തും എത്തിക്കാനുള്ള വലിയൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ലോകത്തിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിലൂടെ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്യാവശ്യം ഇന്ന് ലോകത്തിലേക്ക് നോക്ക്, സമാധാനമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിദേശത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പള്ളികളൊക്കെ വിറ്റുകൊണ്ടിരിക്കുക. വിദേശത്തെന്ന് പറയുമ്പോൾ UK ഞാൻ ധ്യാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ യൂറോപ്പ് അവിടെ ചെന്നപ്പോൾ, അപ്പോൾ അവിടെ ഇങ്ങനെ പള്ളികൾ വിറ്റ്, പള്ളിയിൽ ആളുകളില്ല. അതുകൊണ്ട് നോക്കിക്കേ, അവിടെയൊക്കെ തകർച്ച, കുടുംബങ്ങൾ തകർന്നു, സമാധാനമില്ല, സന്തോഷമില്ല, എങ്ങും അസ്വസ്ഥതയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇന്ന് ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല, ക്രിസ്തുവിനെ സ്വന്തമാക്കിയേ പറ്റൂ, ഈ ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളത് പ്രഘോഷിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞു, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞത്. അതിലേക്ക് മനുഷ്യവർഗത്തെ അടുപ്പിക്കുക എന്നുള്ള വലിയ, അതിലും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ, നമ്മുടെ വചന പ്രഘോഷണങ്ങൾ ലോകത്ത് മുഴുവൻ നടത്തുന്നുണ്ടെന്നുള്ളത് വലിയൊരു അഭിമാനിക്കാവുന്ന. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നുള്ള അനേകം ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഒത്തിരിയേറെ ശുശ്രൂഷകൾ ലോകത്ത് ഇന്ന് അനേകം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഞാനും ഒരു കരിസ്മാറ്റിക്കാരനാണ്, അതുകൊണ്ടുള്ളൊരു സന്തോഷം എനിക്കുമുണ്ട്. ഞാൻ അവസാനത്തെ ഒരു ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം കൂടി. ഇന്ന് അനേകർക്ക് മാതൃകയാവുന്ന കത്തോലിക്ക സഭയിൽ ദൈവം വളരെ എടുത്തുപയോഗിക്കുന്ന ഒരു പ്രേക്ഷിതനായ ഒരു ചിലരുടെ, എൻ്റെ ഒരു സ്റ്റൈലിൽ പറഞ്ഞാൽ ഒരു തീപ്പൊരിയായ യുവവൈദികനാണ്. പൗരോഹിത്യത്തിൻ്റെ ഈ മൊത്തം ജീവിതത്തിന് എത്ര വർഷമായി അച്ഛൻ? ഞാനിപ്പോൾ അച്ഛനായിട്ട് 20 വർഷമാകും. 20 വർഷമായി. അപ്പോൾ അച്ഛനറിയാം, അതുപോലെ അനുഭവ സമ്പത്ത് അച്ഛൻ്റെ കയ്യിലുണ്ട്. അച്ഛന് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിനിടയിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ആസ് എ പ്രീസ്റ്റ്, ഒരു വൈദികൻ എന്ന നിലയിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം? എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അനേകം മക്കളുടെ മാനസാന്തരമാണ്. പ്രത്യേകിച്ച് കർത്താവിലേക്ക് അനേകം മക്കൾ അടുത്തു വരുന്നത് കാണാൻ ഒത്തിരി ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നെപ്പോഴും പറയും, ഒരു അച്ഛൻ ഒരു അപ്പനാണ്. ആത്മാക്കൾ, അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നുണ്ട്, ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കുന്നവനാണൊരു അപ്പൻ, ഒരു അച്ഛൻ. ആ ഒരു മേഖലയിൽ ദൈവം സഹായിച്ച് അനേകം മക്കളെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അനുഭവം എനിക്ക്. പല മക്കളും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയിലേക്ക് അടുത്ത് ജീവിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ബാക്കി കുറേ കാര്യങ്ങളൊക്കെ പക്ഷേ ഏറ്റവും വലുത് ഒരു ആത്മാവ് തമ്പുരാനിലേക്ക് തിരിയുന്നതും അവൻ ദൈവത്തിന് സ്വന്തമായി മാറുന്നതും അത് കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ കുറേ അനുഭവങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞാൽ ഞാനിങ്ങനെ തിരിച്ചു അതായത് ഒരു വൈദികൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് മറ്റ് നേട്ടങ്ങളിലല്ല, അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലല്ല, ക്വാളിഫിക്കേഷനിലല്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമല്ല, മറിച്ച് ഒരാളെ അല്ലെങ്കിൽ എത്ര പേരെ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ മുമ്പിലുള്ള ഈ അജഗണങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് കണ്ടിട്ട് അവരുടെ ആത്മാവ് ദൈവത്തിൽ, ആ ഒരു ആത്മാവിനെ നേടുന്നത് കണ്ടിട്ടാണ് സന്തോഷിക്കേണ്ടത്. ഞാനിന്ന് പറയും, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ക്രിസ്തുവിലേക്കും ആത്മാവിൻ്റെ രക്ഷയിലേക്കും നയിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ശുശ്രൂഷ ചെയ്തിട്ടും അതിൽ വലിയ കാര്യമില്ല. അച്ഛൻ്റെ വിക്കിനെ കുറിച്ചൊക്കെയാണ് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. അച്ഛന് ഒരു പ്രസംഗം പറയാൻ പറ്റില്ല, കുർബാനയ്ക്ക് കൂടാൻ പറ്റില്ലായിരുന്നു, ഒരു സെമിനാരി ചെന്നിട്ടാണെങ്കിൽ പോലും അനുദിന വിശുദ്ധരൊന്നും വായിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അച്ഛൻ പറഞ്ഞു. ഞാൻ ഈ നമ്മുടെ ഒടുക്കത്തെ എപ്പിസോഡാണ്, അവസാനിക്കാൻ പോവാ. അപ്പോൾ എൻ്റെ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സെമിനാരി ചെന്നിട്ട് ലാറ്റിൻ പഠിക്കാൻ പറ്റാത്തതിൽ വിഷമിച്ച കഥ, തിയോളജി ഒന്നും പറയാൻ അറിയില്ലായിരുന്നു. പലപ്പോഴും പ്രസംഗം പറയാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആൾക്കാരോട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ചോദിച്ചാൽ അങ്ങോട്ട് നോക്കിയിരുന്നോ, എല്ലാം അവിടെ എനിക്കൊന്നും പറയാൻ പറ്റില്ല പറയും എന്ന് പറഞ്ഞിരുന്നൊരു പുണ്യാളനാണ്
കുമ്പസാരക്കൂട്ടിലൂടെയും ആ ചെറിയ ദേവാലയത്തിലൂടെയും ലോകം കീഴടക്കിയത്. അച്ഛൻ്റെ പല കാര്യങ്ങളും കേട്ടപ്പോൾ ആ ഒരു പുണ്യാളനെ എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വന്നു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി. അച്ഛാ, ഇത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ് അച്ഛൻ. അത് ഞാൻ വെറുതെ ഒരു നേരം പോക്ക് പറയല്ല. കാരണം അച്ഛനെ ദൈവം നടത്തി വന്ന വഴികൾ ഈ 3 എപ്പിസോഡിലൂടെ അച്ഛൻ എല്ലാവരോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഓരോ സ്റ്റെപ്പും വളരെ ക്ലിയറാണ്. ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം അച്ഛൻ. അച്ഛൻ്റെ ശുശ്രൂഷ ദൈവം അനുവദിക്കുന്ന ഈ ലോകത്തിലെ അവസാന ശ്വാസം വരെ ആ ഒരു വിളിയോട് വിശ്വസ്തനായി ജീവിക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ എപ്പോഴും എനിക്കൊരു പേടിയുള്ളത്, ഈ പൗലോസ്യ പറഞ്ഞ പോലെ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളട്ടെ. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഏത് മേഖലയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുവോ അതിനൊരു കൗണ്ടർ അറ്റാക്ക് പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഈ പേടി അച്ഛൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പോരുത്. പോവില്ല. കാരണം ആ പേടിയും വിറയലുമാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് എൻ്റെ ഒരു ചിന്ത. തീർച്ചയായിട്ടും എൻ്റെ ഈ കുറച്ച് നാളിലൊരു നവീകരണം ജീസസ് യൂത്തുമായുള്ള ബന്ധത്തിലും അച്ഛൻ ഈ പറയുന്ന പേടി നഷ്ടപ്പെട്ടവരെയൊക്കെ പിന്നീട് അവരുടെ ജീവിതം മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പേടിയും വിറയലും പോകാതിരിക്കട്ടെ അച്ഛാ. അച്ഛാ, ഇനി അവസാനമായിട്ട് ഈ ഒരു സമയത്ത് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വചനപ്രഘോഷകൻ എന്ന നിലയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജനങ്ങളോട് ഒരു അച്ഛൻ്റെ ഒരു ഇത്രയും, കാരണം എല്ലാ തരത്തിലുള്ള ആളുകളോട് വചനപ്രഘോഷണം പറ്റുന്നു, പ്രത്യേകിച്ച് സ്പെഷ്യലി ടാർഗറ്റഡ് ഗ്രൂപ്പിന് വേണ്ടി പ്രത്യേകമായി ദൈവം അനുവദിച്ച് ശുശ്രൂഷ ചെയ്ത ഒരാളെന്നുള്ള നിലയിലും അച്ഛന് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പശ്ചാത്തലത്തിൽ എന്താ വെച്ചാൽ പറയാനുള്ളത് അവസാനമായിട്ട്? എനിക്ക് പറയാനുള്ളത് ഈശോ പറഞ്ഞൊരു കാര്യമുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കുടുംബജീവിതം ജീവിക്കുന്ന മക്കളാണേലും യുവമക്കളാണേലും അച്ഛന്മാരാണേലും കന്യാസ്ത്രീമാരാണേലും ആരാണേലും ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും, നമ്മുടെ എല്ലാ അധ്വാനങ്ങളും, എല്ലാ കഷ്ടപ്പാടുകളും തമ്പുരാനോട് തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ ചേർന്ന് നിൽക്കാനുള്ള പരിശ്രമമായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് കൂദാശകളുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, വിശുദ്ധന്മാരുണ്ട്, സ്വർഗത്തെക്കുറിച്ചുള്ള ഉന്നതമായ ചിന്തകളുണ്ട്, പാരമ്പര്യമുണ്ട്. ഇതെല്ലാം അതിലൊക്കെ നമ്മൾ ഉറച്ചു നിൽക്കണം. ക്രിസ്തുവിൽ അടിയുറയ്ക്കപ്പെട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:21 പറഞ്ഞ പോലെ അവൻ്റെ വചനത്തിൽ അടിയുറപ്പിക്കപ്പെട്ട ഒരടിസ്ഥാനം വിട്ട് ഇന്ന് പണി. ഇന്ന് ലോകത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഒത്തിരി അസ്വസ്ഥതകൾ, ഒത്തിരി കലുഷിതമായ അവസ്ഥകൾ. ഇവിടെയൊക്കെ എന്തുമാത്രം ക്രിസ്തുവിൽ ആഴപ്പെടാമോ അത്രമാത്രം ആഴപ്പെട്ടില്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാവും, കാറ്റുവതും, ആഞ്ഞടിക്കും, വീണുപോകും. വീണു പോകാതെ ഇന്നത്തെ കലുഷിതമായ ലോകത്തിൽ ഒത്തിരി പ്രലോഭനങ്ങൾ, ഒത്തിരി പൈശാചികതകൾ, പിശാചിന് നമുക്കറിയാലോ, ബ്ലാക്ക് മാസ്, പിശാചിനെ ആരാധിക്കുന്ന പള്ളി പോലും പണിതെന്ന് പറയാം പിശാചിന് വേണ്ടി. അങ്ങനെയൊക്കെയുള്ള ഈ ലോകത്തിൽ ക്രിസ്തുവിൽ അതുപോലെ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളും പൗരോഹിത്യങ്ങളും കുടുംബങ്ങളൊക്കെ തകർത്ത് കളയും, നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. സിമ്പിൾ. കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കാനാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവനെ കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അവനിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം എന്ത് വില കൊടുത്തും ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ജീവിതങ്ങൾ. ബോസ്കോച്ച, അടിപൊളി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 3 എപ്പിസോഡിൽ അച്ഛൻ്റെ കൂടെ ഇരുന്നത്, പ്രത്യേകിച്ച് അച്ഛനെ അവസാനം പറഞ്ഞ വാക്ക്, ഈശോയിൽ ആഴപ്പെട്ട് ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു വലിയ ആഹ്വാനം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ്റെ ഓരോ ഷെയറിങ്സും അത്രമാത്രം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. ആദ്യ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ സമയം മുതൽ അച്ഛൻ്റെ ഓരോ കാര്യങ്ങളും, ഒരു ബാല്യകാലത്തിൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും ഒക്കെ ഒരു ദൈവപദ്ധതിയായി പിന്നീട് അച്ഛൻ്റെ രൂപത്തിൽ എങ്ങനെ, അച്ഛൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു ദൈവപദ്ധതിയായിട്ട് സഹായിച്ചു എന്ന് അച്ഛൻ വളരെ ഭംഗിയായിട്ട് പറയാറ്. അച്ഛൻ്റെ ആ ഒരു വിക്കുള്ള അനുഭവത്തിൽ നിന്ന് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നടത്തിയ വഴികൾ, ദൈവം തിരഞ്ഞെടുത്തേൽപ്പിച്ച ശുശ്രൂഷാ മേഖലകൾ, ഒരുപക്ഷെ ആരും എത്തിപ്പുറപ്പെടാൻ ധൈര്യപ്പെടാത്ത ശുശ്രൂഷാ മേഖലകളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ആ വാക്കുപയോഗിക്കുന്നതിൽ ഒരു പരിഭവം എന്നോട് വിചാരിക്കരുത്, പ്രത്യേകിച്ച് ഒരു പലപ്പോഴെങ്കിലും ഒരു കുറ്റവാളികളായ ആയ സാഹചര്യങ്ങളിൽ പോയവർ, അല്ലെങ്കിൽ ഒരു ഗുണ്ടാ സംഘങ്ങളും അങ്ങനത്തെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഇതായിട്ടുള്ള അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായ നമ്മുടെ ധാരാളം ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ശുശ്രൂഷ മേഖലകൾ, ദൈവദിന പ്രഘോഷണത്തിൻ്റെ മേഖലയിൽ ഒക്കെ, അതിലുപരി അച്ഛൻ്റെ ജീവിത ലാളിത്യം. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് വീണ്ടും എടുത്തു പറയാൻ തോന്നുന്നത്, ഓരോ സ്റ്റേജിലുമുള്ള അച്ഛൻ്റെ ഒരു വിറയിലൂടെയുള്ള ദൈവാശ്രയത്വമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കണത് അച്ഛൻ മുമ്പ് പറഞ്ഞ അച്ഛൻ്റെ ആ പേടി, നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ എന്നുള്ള ആ ഒരു എപ്പോഴും
ആ ഒരു വിറ ഇത് എൻ്റെ അല്ല, ഞാൻ ചെയ്യുന്നതല്ല, എനിക്കൊന്നും സാധിക്കത്തില്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവം ചെയ്യുന്നതാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ള ബോധ്യത്തോടെ ആ വിറയലോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന അച്ഛൻ്റെ ആ ഒരു ശൈലി, അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഒരിക്കൽ കൂടി അച്ഛാ ഈ ജോഷുവ പ്രോഗ്രാമിൽ ഈ 3 എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ആയിരുന്നതിനും അനേകരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വലിയ പ്രചോദനമായി അച്ഛൻ്റെ ജീവിതത്തെ തുറന്നു കാട്ടിയതിനും ഒത്തിരി നന്ദി. താങ്ക് യു. ദിവ്യകാരുണ്യത്തിന്റെ തണലിൽ ചേക്കേറുന്ന ജീവിതം, അതുതന്നെയാണ് ഈ വൈദികന്റെ കരുത്ത്. സ്നേഹത്തിൽ പൊതിഞ്ഞു നൽകുന്ന ശുശ്രൂഷകളുടെ ഫലം സ്നേഹമെന്ന് നാം തിരിച്ചറിയുക. ഈ സ്നേഹം ദിവ്യകാരുണ്യത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം. അനേകരിലേക്ക് കർത്താവിന്റെ സ്നേഹം പകരാനായി യാത്രയാകാം. വയലേലകളിതാ നമ്മെ വിളിക്കുന്നു. ദൈവരാജ്യത്തിന്റെ കാഹളമിതാ കേൾക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ